ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്നത്. ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ? ഒരു ജഡ്ജ്മെന്റിന് വിളിക്കണ ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? ഇപ്പൊ എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ല, 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. ഇതുപോലുള്ള നിലപാട് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അവസരം കുറയുന്നത്. അല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഇതിൽ നിൽക്കണ ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല. നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ആയിക്കോട്ടെ, അതൊന്നുമല്ല. നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ എന്തെങ്കിലും ഒരു പാരിതോഷികങ്ങളോ കിട്ടണം, എല്ലാം പിടിയും വലിയാണെന്നുള്ളത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം. അങ്ങനെ ആരുടെയും മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്തവരാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു പഠിക്കേണ്ട. അങ്ങനെ മേഡത്തിന് അവസരം നിഷേധിച്ചതും അവാർഡുകൾ നിഷേധിച്ചതും ആരാണ്? അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ മേഡത്തിന്? അങ്ങനെയൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഒരു കറുത്തത് വീട് മതി. അത് കഴിഞ്ഞ് CCRTയുടെ മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും, ഇന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങള്? വെറുപ്പുള്ളൂ. വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരസ്വസ്ഥതയില്ല. മനസ്സിലായ? തൃശ്ശൂരിന്ന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ. പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ 3 നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. ഓരോ അസ്വസ്ഥതയില്ല എന്റെ കയ്യിൽ. അത് സമൂഹം കൽപ്പിച്ച വിലയല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കല്ലേ മോളെ. ആയിക്കോട്ടെ, അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ച അപ്പൊ കറുത്ത കുട്ടികളെ പഠിപ്പിച്ചു, അവരുടെ കാശ് വാങ്ങി കണ്ണായ സ്ഥലത്ത് ഭൂമി വാങ്ങിയപ്പോ കറുത്ത ആൾക്കാർ മോശമാണോ? കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ കഥ കടയ്ക്കും. അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട്. സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ID കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്കിപ്പോ അയാൾ കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. അല്ല, അത് കലാകാരന്മാര് വരട്ടെ, നിങ്ങളല്ല വരണ്ട.